ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ ദിവസം ഒരു പുതിയ സൂപ്പർ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. അതായത് റെയിൽ വൺ എന്ന പേരിലാണ് പുതിയ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. റെയിൽവേ യാത്ര കൂടുതൽ സുഖപ്രദവും സൗകര്യകരവുമായിരിക്കാനും റെയിൽവേ ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ബാക്കിയുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാനും ലക്ഷ്യമിട്ടാണ് പുതിയ ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അതിലിപ്പോൾ എന്താ വലിയ പ്രത്യേകത എന്ന് ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് വാർത്തകൾ തന്നെ പുറത്തിറക്കുന്നു, എക്സിൽ കുറിപ്പിടുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത്രയും കാലം ഗൂഗിളിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ ഇതാ പകരം ഒരു ബദൽ മാർഗം അവതരിപ്പിക്കുന്നു. അതായത് സോഹോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് നിർമ്മിച്ചത്. അപ്പോൾ ഗൂഗിളിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. മൈക്രോസോഫ്റ്റും വിൻഡോസും ഒക്കെ തങ്ങളുടെ കയ്യിലാണെന്നും ആൻഡ്രോയിഡ് ഉൾപ്പെടെ മൊബൈൽ ഫോണുകളുടെ എല്ലാ നിയന്ത്രണത്തെ ഞങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുമുള്ള അഹംഭാവം ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഇവിടെ ഇപ്പോൾ റെയിൽ വൺ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് ഇറക്കിക്കൊണ്ട് നമ്മൾ ചില സാന്നിധ്യം അവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് പൈലറ്റ് പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഭക്ഷണ വിതരണം, അതുപോലെ തന്നെ റെയിൽവേ ട്രെയിനിൻ്റെ ട്രാക്കിംഗ് എവിടെയാണ്, ട്രെയിനിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, റിസർവേഷൻ ടിക്കറ്റുകളുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ യാത്രക്കാർക്ക് ഒറ്റ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുക, ഇതെല്ലാമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പം IRCTC എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പതുക്കെ റെയിൽ വൺ ആപ്പിലേക്ക് മാറുന്നു. അതേ പാസ്വേഡും അതേ ലോഗിനും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിലും പ്രവർത്തിക്കാൻ കഴിയും. അത്തരത്തിലുള്ള സംവിധാനം പോലും നമുക്ക് സോഹോ ഓഫർ ചെയ്യുന്നു. അപ്പോൾ സോഹോ എന്ന് പറഞ്ഞാൽ 1996 ചെന്നൈയിൽ ആരംഭിച്ച ഒരു കമ്പനി. ഇന്ന് ഇന്ത്യയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണെന്ന് പറയാം. അന്ന് ഈ ശ്രീധർ വെമ്പുവും ടോണി തോമസും ചേർന്ന് ഇങ്ങനെ ഒരു ഉദ്യമമായിട്ട് വന്നപ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, നമ്മൾ ഇനി സ്വദേശിവൽക്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെയാണ് നമ്മളൊരു സ്വദേശി ഗൂഗിൾ തയ്യാറാക്കിയതെന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഇനി പൂർണ്ണമായിട്ടും സോഹോയിലേക്ക് മാറുന്നു. അക്കൗണ്ടിങ് മുതൽ HR വരെയുള്ള എല്ലാ സേവനങ്ങളും നമുക്ക് നൽകാനായിട്ട് സോഹോ തയ്യാറായിട്ടുണ്ട്. അവരിപ്പം ഈ ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ ക്ലൗഡിൽ അധിഷ്ഠിതമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ചിട്ട് അതിൻ്റെ വിപണനം, മാർക്കറ്റിംഗ് ഇതൊക്കെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോഹോ ടീം ചാറ്റ് റെഡിയാക്കിയിട്ടുണ്ട്, സോഹോ ഷീറ്റ് ഉണ്ട്, സോഹോ വർക്ക് ഡിവൈസ് ഉണ്ട്, സോഹോ ഇൻവോയ്സ് ഉണ്ട്, സോഹോ എക്സ്പെൻസ് ഉണ്ട്, പാസ്വേഡ് മാനേജറുണ്ട്. അങ്ങനെ IT ആൻഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നൽകാൻ സോഹോയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ നമുക്കിനി ഈ ഗൂഗിളിൻ്റെ സേവനം ഇല്ലെങ്കിലോ? നമ്മൾ അതിനുള്ള ബദൽ മാർഗം കണ്ടെത്തി. ഒറ്റയടിക്ക് നമ്മൾ ഗൂഗിളിനെ മാറ്റാൻ പറ്റില്ല. കാരണം ഈ യാഹൂ മെയിൽ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഗൂഗിളിലേക്ക് വന്നതോടുകൂടി നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ പറയുന്ന ഗൂഗിളാണ് നിയന്ത്രിക്കുന്നത്. കാരണം ഉപയോഗിച്ച് നമ്മൾ അവർക്ക് അടിമപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ചൈനയുടെ കാര്യം നോക്ക്. ചൈന ഇതിന് ബദലായിട്ടുള്ള ബൈഡു എന്ന് പറയുന്ന ആപ്ലിക്കേഷനൊക്കെ നിർമ്മിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഗൂഗിളിന് പകരം യൂട്യൂബോ ഫേസ്ബുക്കോ വാട്സാപ്പോ എല്ലാം തന്നെ അവർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ആഗോളതലത്തിൽ ഈ ഗൂഗിളിൻ്റെ അത്രയും വലിയ പ്രചാരമില്ല. ചൈന എന്ന് പറയുന്ന രാജ്യത്തെ സെക്യൂരിറ്റി സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറും എല്ലാ ആപ്ലിക്കേഷനുകളും അവരും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സോഹോ ചൈന തന്നെ ഹ്യുവായി എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ഇറക്കിയിരുന്നു. ഈ ഫോൺ രംഗത്തിറങ്ങിയപ്പോൾ അന്ന് ആൻഡ്രോയിഡാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇവർക്ക് മൊബൈൽ ഫോണിൽ വലിയ കുതിച്ചുകയറ്റമൊക്കെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഈ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഗൂഗിൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം ചൈനീസ് കമ്പനിക്ക് അങ്ങ് നിർത്തലാക്കി. അതോടുകൂടി ചൈനയിലെ ഈ ഹ്യുവായി കമ്പനി പെട്ടുപോയി. പക്ഷേ അവരെന്തെടുത്തു? അവരുടേതായ ഒരു ഓൺ ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ തുടങ്ങി. ആ ആപ്ലിക്കേഷനിൽ അടിസ്ഥാനമാക്കി അവരുടെ പ്രവർത്തനങ്ങൾ പതിയെ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇന്നവർ 3 ഫോൾഡ് മൊബൈൽ ഫോൺ, 4 ഫോൾഡ് മൊബൈൽ ഫോണൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം അറബ് രാജ്യങ്ങളിലും ചൈനയിലുമൊക്കെയാണ് ഇത് സ്വീകാര്യതയുള്ളത്. കാരണം മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഗൂഗിളിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകണം. ഈ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇമാതിരി പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം നമുക്ക് IIT പ്രൊഡക്റ്റുകൾ ധാരാളമുണ്ട്, അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അത് കൃത്യമായിട്ട് അവർ റിസർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീടുള്ള ഫോളോ അപ്പ് കൃത്യമായിട്ട് നടക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം ഗൂഗിളിൻ്റെ തലപ്പത്ത് ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചയുണ്ട്. അദ്ദേഹമാണ് ഈ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടന്നത്. അങ്ങനെയാണ് ഈ ഗൂഗിളിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ സുന്ദർ പിച്ചയെ കടന്നു വരികയും പിന്നീട് അദ്ദേഹത്തെ ഇവിടുന്ന് റാഞ്ചിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ രാജ്യത്തുമുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഈ സോഹോ എന്ന് പറയുന്ന കമ്പനി. ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനി ഇന്ന് 40,000-ഓളം ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ
നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന റെയിൽവേ മന്ത്രി പറയുകയാണ്, ഇനി ഗൂഗിളിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, സോഹോയിലാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഷീറ്റുകൾ അവർ തന്നെ തയ്യാറാക്കുന്നുണ്ട്, എക്സ്പെൻസ് ഷീറ്റുകൾ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓൺലൈനിൽ, അതായത് തത്സമയ സംപ്രേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. സോഹോ ടീം ചാറ്റുണ്ട്, മെയിലുണ്ട്. ഇതെല്ലാം തരുമ്പോൾ പിന്നെ നമുക്ക് എന്തിനാണ് ഗൂഗിൾ? അപ്പം മൈക്രോസോഫ്റ്റ്, വിൻഡോസ്, ഗൂഗിൾ എന്നിവയിലൊക്കെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ കൈവെള്ളയിൽ നിർത്തുക എന്നാണ് ട്രംപിൻ്റെ തന്ത്രം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ IT കമ്പനികൾക്ക് വലിയ ആഘാതം ഏൽപ്പിക്കാനാണ് ഈ വിസ കാര്യത്തിൽ അമേരിക്ക വലിയ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോയത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന IT കമ്പനികൾക്ക് ഗൂഗിൾ സേവനം നിർത്തിവെക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റയടിക്ക് നിരവധി IT കമ്പനികളുടെ പ്രവർത്തനം നിലച്ചു പോകും, നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാകും. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ ചില നീക്കങ്ങൾ നടത്തണം. അങ്ങനെയാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി സ്വദേശീവൽക്കരണത്തിന് ഊന്നൽ നൽകണമെന്ന് പറയുന്നു. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന, ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന റെയിൽവേയിൽ ഈ മാറ്റം ആദ്യമേ തന്നെ നമ്മൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നു, നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലാണ് ഗൂഗിൾ എപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത്. അവരുടെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സെക്യൂറാണ്, ഒരു കാരണവശാൽ ആർക്കും ചോർത്തിയെടുക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ഗൂഗിൾ തന്നെ ആവശ്യക്കാർക്ക് ഈ ഡേറ്റയൊക്കെ തന്നെ ചോർത്തി കൊടുക്കുകയും ചെയ്യും. ഇവിടെ സോഹോയും ഇതേ IT ആൻഡ് പ്രൊട്ടക്ഷൻ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യുവായി എന്ന് പറയുന്ന ഒരു കമ്പനിക്കെതിരെ ഗൂഗിൾ നിലപാട് സ്വീകരിച്ചപ്പോൾ, ആൻഡ്രോയിഡ് നിലപാട് സ്വീകരിച്ചപ്പോൾ അവർ ബദൽ മാർഗം കണ്ടെത്തി. എന്ന് പറയുന്ന പോലെ ഇന്ത്യയിലും നിരവധി കഴിവുള്ള അല്ലെങ്കിൽ ടെക്നിക്കലി നോളജുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നുണ്ട്. അവർക്ക് ഇവിടെ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി തന്നാൽ നമുക്കും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം IT കമ്പനികൾക്ക് ഗൂഗിൾ എന്തെങ്കിലും ഒരു വിലക്ക് ഏർപ്പെടുത്തിയാൽ അതിനുള്ള ബദൽ മാർഗ്ഗങ്ങളുടെ നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു. എന്തായാലും ഈ ശ്രീധർ വെമ്പുവിൻ്റെയും ടോണി തോമസിൻ്റെയും ഒക്കെ ഒരു ഇനിഷ്യേറ്റീവ് ഇന്ത്യ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പോൾ വിദേശ കമ്പനികളിൽ നിന്ന് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കുന്ന ആ ഒരു നീക്കത്തിന് എന്തായാലും താൽക്കാലികമായിട്ട് നമ്മളൊരു തടയിടാനായിട്ട് പോകുന്നു. പകരം സ്വദേശി ആപ്ലിക്കേഷൻ, സ്വദേശി സോഫ്റ്റ്വെയറുകൾക്കൊക്കെ നമ്മൾ കൂടുതൽ പരിഗണന നൽകുന്നു. ചെറുകിട ബിസിനസ്സുകൾ മുതൽ വൻകിട കോർപ്പറേറ്റ് ബിസിനസ്സുകൾക്ക് വരെ എല്ലാവിധ സഹായവും മാർക്കറ്റിങ്ങും വിപണനവും നൽകാനായിട്ട് സോഹോ തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മുടെ റെയിൽവേ മന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇക്കാര്യമൊക്കെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഗൂഗിളിന് ഒരു വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യയിൽ നിന്ന് സാധിക്കുന്നു എന്നുള്ളത് ഒട്ടും ചെറുതല്ലാത്ത കാര്യമാണ്. അപ്പോൾ ചൈനയ്ക്ക് ഒരിക്കൽ സാധിച്ച കാര്യം ഇനി ഇന്ത്യ നടപ്പാക്കുന്നു. ഇന്ത്യയുടെ പാത പിന്തുടർന്ന് എത്രയോ രാജ്യങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഇപ്പം നമുക്കറിയാം, അമേരിക്ക IT മേഖലയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനക്കാരെയും ഇന്ത്യക്കാരെയുമാണ്. ഇതിൽ തന്നെ കൂടുതൽ ബ്രില്യൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഇന്ത്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ, ഈ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, വിൻഡോസ് ഇതിന് പകരമൊക്കെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, സെർച്ച് എഞ്ചിൻ, ഇതൊക്കെ ഉയർന്നു വരുന്ന കാലം വിദൂരമല്ല. മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അത്തരത്തിലുള്ള പുതിയ പുതിയ നീക്കങ്ങളിലേക്ക് കടക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിക്കുന്ന സോഹോ സോഫ്റ്റ്വെയറിലൂന്നിയ റെയിൽ വൺ ആപ്പ്. ഇത്തരത്തിലുള്ള നിരവധി ആപ്പുകൾ, സോഫ്റ്റ്വെയറുകളൊക്കെ തന്നെ ഇന്ത്യയുടെ വിവിധ കമ്പനികളുമായിട്ടും നെറ്റ്വർക്കുകളുമായും ബന്ധപ്പെട്ട് വികസിപ്പിക്കാൻ പോകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.